ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് നമുക്ക് അല്പം മിണ്ടി പറഞ്ഞിരുന്നാലോ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാത്തവർക്ക് ഞാനത് വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതൊന്ന് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണേ. പിന്നെ ഞാൻ ഈ പറയണ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലാണ് ഞാൻ ഈ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ പറയാൻ പോണത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ സക്സസ് ആയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അതെന്താന്ന് വെച്ചാൽ ഒരു പെന്നും ഒരു ബുക്കും. ഈ ഒരു പെന്നിനും ബുക്കിനും ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ ഒരാളുടെ ലൈഫിൽ? പറ്റും. എനിക്ക് എൻ്റെ അനുഭവമാണ്. എന്നെ മാറ്റിയ കാര്യമാണ് ഞാൻ പറയണത്. അത്രയ്ക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പെന്നിൻ്റെയും ബുക്കിൻ്റെയും കാര്യമാണ് ഞാൻ പറയാൻ പോണത്. സാധാരണ ഒരു നോട്ട്ബുക്കും ഒരു 5 രൂപയുടെ പെന്നാണെങ്കിലും മതി. അത് എത്ര രൂപയുടെ വേണമെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു സാധാരണ ഒരു പെന്നും ഒരു ബുക്കും കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കാം. അതെങ്ങനെയാന്നല്ലേ ഞാൻ പറയാട്ടോ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അത്ര അടുക്കും ചിട്ടിയുള്ള ഒരാളായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ശരി, നമ്മള് കിച്ചണിലാണെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചെയ്യാം, ഉച്ചയ്ക്കുള്ളതാണെങ്കിലും എല്ലാം ഞാനിങ്ങനെ ഒരു ലേസി ആയിട്ട് നടന്ന ഒരാളായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവരണമല്ലോ എന്നിങ്ങനെ തോന്നി. അപ്പൊ എന്താന്ന് പറഞ്ഞോണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നല് വന്നു. എനിക്ക് ഒരു ബുക്ക് വാങ്ങിക്കണം, എന്നിട്ട് എനിക്ക് അതായത് നാളെ എന്ത് ചെയ്യണം എനിക്കൊന്ന് എഴുതി വെക്കണം, അങ്ങനെ ഒരു തോന്നല് വന്നു. ഞാൻ ബുക്ക് വാങ്ങിച്ചു. അപ്പൊ തന്നെ അതായത് ഒരു ഡിലേയും വരുത്തിയില്ല. അപ്പൊ തന്നെ പോയി ഒരു ബുക്ക് വാങ്ങിച്ചു, ഒരു പെന്നും വാങ്ങിച്ച് ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങി. അതായത് ഡ്യൂട്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി എഴുതി വെച്ചു. അതായത് നാളെ എനിക്ക് കിച്ചണിൽ എന്താ ചെയ്യേണ്ടത്, അതുപോലെ എനിക്ക് പുറത്ത് പോകണമെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, പിന്നെ അതുപോലെ കിച്ചണിൽ നമ്മൾ കഴിക്കാനുള്ള ഫുഡ് അടക്കം, അതായത് ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, അതെല്ലാം എന്താ വേണ്ടത് എല്ലാം ഞാൻ എഴുതി വെച്ചു. നമ്മളൊരു ഹൗസ് വൈഫ് ആകുമ്പോൾ, ഞാനൊരു ഹൗസ് വൈഫാണ്, അപ്പം നമുക്കറിയാലോ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ അത് എഴുതി വെക്കുക. ഡിന്നറിന് എന്ത് വേണം, ലഞ്ചിന് എന്ത് വേണം, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം എന്നൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ഒരു ദിവസം തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റു, ഞാൻ ആ ബുക്ക് വായിച്ചു. ബുക്ക് വായിച്ചപ്പോൾ ഇന്നതൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്, ലഞ്ചിന് ഇതാണ്, ഡിന്നറിന് എന്നാണ്. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. ആ ക്ലീനിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതായത് മടി പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ എഴുതിയതെല്ലാം എനിക്ക് നടത്തണം. 6-7 കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് നടത്തിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതെല്ലാം ടിക്ക് ചെയ്ത് പോകണം. ആ ഒരു മനസ്സിൽ ആ ഒരു എയിം വെച്ചിട്ടാണ് ഞാൻ എണീറ്റു. ഞാൻ എൻ്റെ പണികൾ തീർത്തു. എല്ലാം കഴിഞ്ഞു. ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞാൻ ആലോചിക്കുക, എനിക്ക് തന്നെ സർപ്രൈസായി. ഞാൻ ഫ്രീ ആയി. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഫ്രീ ആയി. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഒരു പണിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ കടന്ന് മരിക്കുന്നു പറയില്ലേ, സത്യം. രാവിലെ തൊട്ട് രാത്രി വരെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രി ഇനി ഡിന്നറിന് എന്താ വേണ്ടത്, എല്ലാം ആലോചിച്ചിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഐഡിയയും കിട്ടില്ല, ടൈമും ഉണ്ടാവില്ല, ആകെ ബോറടിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ കാരണം എനിക്ക് ബോറിങ്ങും ഇല്ല, ടൈമും കിട്ടുന്നുണ്ട്, വളരെ ഹാപ്പിയാണ്. അതായത് ഈ ഒരു ബുക്കിനും പെന്നിനും ഇത്രയും മാജിക്കൽ പവർ ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ. കാരണം അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഈ എഴുതി വെക്കണമെന്ന് പറയണ്ടല്ലോ. ഇപ്പൊ നാളെ നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെങ്കിലും ഒരു ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ എൻഗേജ്മെന്റ്, റിസപ്ഷൻ, ഇങ്ങനെ പലതും വരുമല്ലോ. അത് ചില സമയത്ത് നമുക്ക് അവരെ വിഷ് ചെയ്യാൻ മറന്നുപോകും. കാരണം ഈ പണിത്തിരക്കില്, കാരണം നമ്മൾക്കൊരു ഓർഡർ ഇല്ലല്ലോ, അതായത് ഒരു ചിട്ടയില്ലല്ലോ. ഇതിന്റെ ഇടയിൽ നമുക്ക് മറന്നുപോകും അവരെ വിഷ് ചെയ്യാനൊക്കെ. പക്ഷെ അത് നമ്മൾ തലേ ദിവസം ആ നോട്ട്സിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അതും മറക്കില്ല. നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അവരെയൊക്കെ വിളിച്ച് വിഷ് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാനും എല്ലാം ടൈം കിട്ടും. അതുപോലെ പുറത്ത് എവിടെയെങ്കിലും പോകണം, നമുക്ക് ബാങ്കിലോ അല്ലെങ്കിൽ പുറത്ത് പോയി മാർക്കറ്റ് പോകണം, വെജിറ്റബിൾസ് വാങ്ങിക്കണം, അതുപോലെ എന്തെല്ലാം വെജിറ്റബിൾസ് വാങ്ങിക്കണം എല്ലാം നമ്മളിങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇതെല്ലാം നടത്തണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് എന്താവും, നമ്മുടെ പണികളും എളുപ്പം തീരും. അതുപോലെ നമുക്ക് ഒരുപാട് ടൈമും കിട്ടും, നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ടൈം കിട്ടും.
അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ആലോചിച്ച് രാവിലെ എണീറ്റിട്ടായിരിക്കും ഫ്രിഡ്ജ് തുറന്നിട്ടല്ലേ ആലോചിക്കുക എന്താണ് കറി ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. പക്ഷെ അതിനൊക്കെ മുമ്പേ നമ്മൾ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് നമ്മളൊരു ഹൗസ് വൈഫ് ആകുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ പുറത്തു പോകും. ഹൗസ് വൈഫിന് മാത്രമല്ല കേട്ടോ, ജോലിക്ക് പോണ സ്ത്രീകൾക്കൊക്കെ ഉപകാരമുള്ള കാര്യമാണ് ഈ ഒരു ബുക്കും പെന്നും, അതായത് നമ്മൾ ഈ എഴുതി വെക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ മാസം വല്ല എന്താണ് കടയിൽ പോയി ഓരോന്ന് പർച്ചേസ് ചെയ്യുമല്ലോ നമ്മള്, വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിൽ, പച്ചക്കറികളാണെങ്കിൽ, അല്ലാതെ വെറുതെ കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകും. അങ്ങനെ പോണ സമയത്ത് നമ്മൾ അതെല്ലാം എഴുതി വെക്കണം. ഇന്ന ദിവസം ഞാൻ ഇന്നത് വാങ്ങിച്ചു, അതായത് നമ്മൾ സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ പറഞ്ഞിട്ട് ആ മാസം എഴുതണം കേട്ടോ. എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ മാസം നമ്മൾ എന്തെല്ലാം ചെലവാക്കി. പൈസയുടെ കാര്യമാണ് ഞാൻ പറയണത്. എന്തെല്ലാം വാങ്ങിച്ചു. ചില സമയത്ത് നമുക്ക് തോന്നും, അയ്യോ ഇതെല്ലാം വെറുതെ അനാവശ്യമായി വാങ്ങിച്ചതല്ലേ, ഇത്രയും പൈസ എൻ്റെ നിന്ന് വെറുതെ പോയി. അപ്പൊ നമുക്ക് അടുത്ത മാസം ആ പൈസ നമുക്ക് സേവ് ചെയ്യാൻ കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത മാസം എഴുതുമ്പോഴായിരിക്കും ഇതും നമുക്ക് ആവശ്യമില്ലാത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പൈസ ആവശ്യമില്ലാതെ എന്താണ് അനാവശ്യമായിട്ട് കളയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം സേവ് ചെയ്യാനും കിട്ടും. കാരണം നമ്മൾ എഴുതി വെക്കണ കാരണം നമുക്ക് മനസ്സിലാവും, ഓ ഇന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഇത്ര പൈസക്ക് ഇത് വാങ്ങിച്ചു. നമ്മളിപ്പോ ഇതൊന്നും എഴുതി വെക്കില്ലേ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ എഴുതി വെക്കണ കാരണം നമുക്ക് അതിനൊരു ചിട്ട വരും, നമുക്ക് പൈസയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എൻ്റെ അനുഭവം ഞാൻ പറയണത്, എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഞാൻ ഇതിൽ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരുപാട് എനിക്ക് പൈസയുടെ കാര്യത്തിലും എനിക്ക് ഒരുപാട് സേവ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ എത്ര, സത്യം പറഞ്ഞാൽ ഞാൻ ഈ അനാവശ്യമായിട്ട് എത്ര പൈസ കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീടാണ് ഓർക്കുന്നത്. ലാസ്റ്റ് മന്തൊക്കെ ഞാൻ നോക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതിന്നൊക്കെ ഞാൻ ഈ മന്ത് ആകുമ്പോഴേക്കും ഞാൻ അതായത് എത്രത്തോളം ഞാൻ പൈസ സേവ് ചെയ്തു. നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും. അതുപോലെ തന്നെ ഇതുപോലെ വിഷ് ചെയ്യാൻ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, ഇതെല്ലാം വിഷ് ചെയ്യാൻ മറക്കണ ഒരു വ്യക്തിയാണ് ഞാൻ. അത് നമുക്ക് ആ സന്തോഷത്തിൽ എല്ലാവരും വിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്നും തലേ ദിവസമോ അതായത് അവരുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ വരിക. എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് സോറി കേട്ടോ മറന്നു പറഞ്ഞ് വിളിക്കും. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് നോക്കൂ, നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ വരും. എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഞാൻ പറയണത്. അതുപോലെ നമ്മളിപ്പോ എന്താണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്, കിച്ചണിലുണ്ട്, അതെല്ലാം നമുക്ക് തലേ ദിവസം നോക്കാം. നോക്കി വെച്ചതിന് ശേഷം നമുക്ക് രാത്രി കടക്കാൻ പോകുമ്പോൾ നമുക്ക് നോക്കി വെക്കാം. എന്നിട്ട് എഴുതാം ഇന്ന ദിവസം. നമുക്ക് അറിയാലോ മനസ്സിൽ ഇന്ന പച്ചക്കറി ഉണ്ട് വീട്ടില്, അപ്പൊ ഇന്ന കറി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുക, ചിക്കൻ കറി ഉണ്ടാക്കുക. അങ്ങനെ എല്ലാം നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അതുപോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ പോയിട്ട് ഇത് വാങ്ങിക്കണം, അപ്പൊ അതും നമുക്ക് എഴുതി വെക്കാം. നമ്മുടെ വീട്ടിൽ ഇന്ന എന്താണ് വെജിറ്റബിൾസ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് എല്ലാം കൂടെ വാങ്ങിക്കാൻ പോകണം. ഇതെല്ലാം നമ്മൾ എഴുതി വെക്കണ കാരണം നമുക്ക് ഒരുപാട് ഗുണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ വരും. അതുപോലെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു ഇതാണ്, അയ്യോ അത് വായിച്ചു നോക്കാൻ, ബുക്ക് വായിച്ചു നോക്കാൻ. അത് നിങ്ങൾ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ പറയുമ്പോൾ എന്താ എത്ര ഇതിലുള്ളത് എന്ന് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ, നമുക്ക് തന്നെ തോന്നും, അയ്യോ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ആ ബുക്ക് വായിക്കും. അത് കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ അത് പിക്ക് ചെയ്യാനുള്ള ഒരു സന്തോഷം, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം ഞാൻ ഇതെല്ലാം നടത്തി, ഇതെല്ലാം ഞാൻ സക്സസ് ആയി എന്ന് എനിക്ക് തോന്നും. അപ്പൊ ഭയങ്കര സന്തോഷം. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നാളെ കിച്ചൺ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ബാത്റൂം, വാഷ്റൂം, ടോയ്ലറ്റ് ഒക്കെ വാഷ് ചെയ്യണം. അപ്പൊ അതെല്ലാം നമ്മൾ എഴുതി വെക്കും. അപ്പൊ നമ്മൾ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ എന്റെ കിച്ചൺ ക്ലീൻ ചെയ്തു ഞാൻ, അതായത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്തു, ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ഞാൻ കഴുകി വെച്ചു. പിന്നെ ചില ദിവസങ്ങളിൽ ഫുള്ള് ബെഡ്ഷീറ്റും കർട്ടനൊക്കെ കഴുകാനുള്ള ദിവസമായിരിക്കും. അപ്പൊ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയാട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. എല്ലാം കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു സന്തോഷം എന്താണെന്നറിയോ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇത് പിന്നെ ചെയ്യാ പറഞ്ഞാൽ നമ്മൾ ഇരിക്കും. ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതണ കാരണം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതെല്ലാം നടത്താനും പറ്റും. പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം 1-2 ദിവസം ചിലപ്പോൾ നമുക്ക് എഴുതാൻ മറന്നു എന്ന് വരും. പക്ഷെ 3-ാമത്തെ ദിവസം എന്തായാലും നമ്മളെ ബ്രെയിൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തും. കാരണം ഞാൻ ഇതുപോലെ തന്നെ 2 ദിവസം എഴുതി, 3-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ ബെഡിൽ കടന്ന ശേഷം എനിക്ക് ഓർമ്മ വന്ന്, അയ്യോ നാളത്തെ കാര്യം എഴുതിയില്ലല്ലോ എന്ന്.
പിന്നെ ഞാൻ ഇരുന്ന് എഴുതി. പിന്നെ നമ്മളെ എന്താ പറയാ, നമ്മളെ തന്നെ ആ ബുക്കും പെന്നും മാടി വിളിക്കും പറയില്ലേ, അതുപോലെയാണ്. നമുക്ക് തന്നെ ഓർമ്മ വരും. നമ്മള് കിച്ചണില് രാത്രി ഡിന്നർ എല്ലാം കഴിച്ചു കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും. അയ്യോ ഞാൻ വേഗം പോട്ടെ. നമുക്ക് മനസ്സിൽ അപ്പളും അതായിരിക്കും. അയ്യോ ഞാൻ വേഗം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പോട്ടെ, എനിക്ക് എഴുതാനുണ്ട്. നാളേക്കുള്ള കാര്യങ്ങൾ എഴുതാനുണ്ട്. അങ്ങനെ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ നമ്മളത് എഴുതി വെക്കും. അതൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം കേട്ടോ. ഈ ഒരു ബുക്കും പെന്നും എന്റെ ജീവിതത്തിൽ തന്ന അത്ഭുതങ്ങളാണ് ഞാൻ പറയണത്. എല്ലാം കൊണ്ടും ലൈഫിൽ ഭയങ്കര സന്തോഷം കിട്ടി. വീടാണെങ്കിൽ ഒരു അടുക്കും ചിട്ടിയും വന്നു. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണെങ്കിലും അതുപോലെ നമുക്ക് അതും നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാൻ പൈസയും ഒരുപാട് എനിക്ക് പൈസയും ലാഭം കിട്ടിയിട്ടുണ്ട്. കാരണം അനാവശ്യമായി ചെലവ് എവിടെയാ പോണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തമായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അത് എഴുതി വെച്ചില്ലെങ്കിൽ നമ്മുടെ ഈ എവിടേക്ക് പോണേ ഈ പൈസയൊക്കെ അത് നമുക്ക് അറിയില്ല. പിന്നെ അത് മാത്രമല്ല, അപ്പൊ ലാസ്റ്റ് സൺഡേ ഞാൻ എന്താ കിച്ചണിൽ ഉണ്ടാക്കിയെന്ന് വരെ എനിക്ക് കാണാൻ പറ്റും. കാരണം ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും ഈ സൺഡേ ഞാൻ ഇതാ ഉണ്ടാക്കിയത്. അതടക്കം നമുക്ക്, അതായത് ലാസ്റ്റ് സൺഡേ ഞാൻ എന്താ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ലാസ്റ്റ് സാറ്റർഡേ എന്താ ഉണ്ടാക്കിയത്, അതടക്കം നമുക്ക് ഈ ബുക്കിൽ എഴുതി വെക്കണ കാരണം നമുക്കത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.